ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ആൻഡ് Ashrafന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഷോപ്പിൽ ലെയർ മാസ്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോഷോപ്പിലെ വർക്കിനകത്തെ പേജിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഇറേസ് ചെയ്ത് കളയേണ്ടതായിട്ട് വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് നമ്മളിങ്ങനെ ഇറേസ് ചെയ്ത് കളയാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇറേസിംഗ് ടൂൾ ഉപയോഗിച്ച് ആവശ്യമായിട്ടുള്ള ഒപ്പാസിറ്റി ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ മാനുവലായിട്ട് ഇറേസ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയുമ്പോൾ ഈ വർക്കിൻ്റെ അവസാന ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഇറേസ് ചെയ്ത ഭാഗം തിരിച്ചെടുക്കേണ്ടി വന്നാൽ നമുക്കതിന് പറ്റാറില്ല. പലപ്പോഴും നമ്മുടെ വർക്ക് ഒരു ദിവസം കൊണ്ട് അവസാനിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് Ctrl+Z അടിച്ചിട്ട് ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്താനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലെയർ Ctrl+J അടിച്ച് കോപ്പി ചെയ്ത് വെക്കാറുണ്ട്, എന്നിട്ട് അത് ഹൈഡാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള ഒരു രീതിയാണ്. മാത്രമല്ല ലെയർ മാസ്കിംഗ് എന്നുള്ളൊരു രീതിയിലൂടെ വളരെ പെർഫെക്ഷനായിട്ട് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയുമ്പോൾ അത് ഒരുപാട് പെർഫെക്ഷൻ കൂടുകയും അതിന് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഇറേസ് ചെയ്ത ഭാഗം അത് തിരിച്ച് എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരുപാട് മറ്റ് സൗകര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊഫഷണൽ ഡിസൈനേഴ്സ് കൂടുതലും ഇങ്ങനെ ലെയർ മാസ്കിംഗ് രീതിയിലാണ് ഒരു ഇമേജിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയുന്നതും ഡിലീറ്റ് ചെയ്ത് കളയുന്നതൊക്കെ ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ഈ ലെയർ മാസ്കിംഗ് എന്നുള്ള ഓപ്ഷൻ അറിയാമെങ്കിലും അതോ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ലെയർ മാസ്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് എഫക്റ്റുകൾ ഈ ഒരു രീതി ഉപയോഗിച്ച് വരുത്താൻ പറ്റും. മാത്രമല്ല ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ടും ഈ ലെയർ മാസ്കിംഗ് മറ്റൊരു രീതിയിൽ നമ്മുടെ എഡിറ്റിംഗ് വർക്കുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലെയർ മാസ്കിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ഇമേജ് വളരെ ഭംഗിയായിട്ട് ഇറേസ് ചെയ്ത് കളയുന്നത് നോക്കാം. നമ്മൾ ഈ ഇമേജ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ ബോക്സിന് താഴെ ലെയർ മാസ്കിംഗ് ഐക്കൺ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലെയറിനോട് കൂടിയിട്ട് മറ്റൊരു വിൻഡോ, ഒരു വൈറ്റ് വിൻഡോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വൈറ്റ് വിൻഡോ ക്രിയേറ്റ് ആവുന്നതോടുകൂടി ഇവിടെ ടൂൾ ബോക്സിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ അത് ക്ലിക്ക് ആകുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് സംഭവിക്കുക. ഇവിടെ നമ്മൾ മുമ്പ് മറ്റു പല കളറുകളും സെലക്ട് ചെയ്ത് വെച്ചാലും ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ ഇത് ബ്ലാക്ക് ആണ് ഇപ്പോൾ ഫോർഗ്രൗണ്ട് കളറായിട്ട് കിടക്കുന്നത്, അടിയിൽ വൈറ്റ് ആണ്. അടിയിലെ കളർ ബാക്ക്ഗ്രൗണ്ട് കളറാണ്, മുകളിലെ കളർ ഫോർഗ്രൗണ്ട് കളർ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഈ അവസ്ഥയിൽ നമ്മളിവിടെ ബ്രഷ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇറേസിംഗ് ടൂളല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നു. ഈ ബ്രഷ് ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇറേസിംഗ് ടൂളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബ്രഷ് ടൂൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇത് ഇറേസായി പോകുന്നുണ്ട്. ഈ ഇറേസിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഈ ലെയർ ബോക്സിനകത്ത് ബ്ലാക്ക് കളറിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത ഭാഗം നമുക്ക് ഈ ഡിലീറ്റിങ്ങിൻ്റെ ഒരു തോത് കൂടിപ്പോയാലോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ഒബ്ജക്റ്റിനകത്തേക്ക് ഈ ഡിലീറ്റിങ് കയറി വന്നാലോ ഒക്കെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ഈ മുകളിലെ ബ്ലാക്ക് നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും മാറി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ടാണ് വെറും എക്സ് അടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങനെ മാറി വരുന്നുണ്ട്. ഇവിടെ വൈറ്റ് ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ഡിലീറ്റ് ഭാഗം തിരിച്ചു വരുന്നു. ഇവിടെ പ്രയോഗിച്ച ഇറേസിംഗ് കംപ്ലീറ്റ് ആയിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ഒഴിവായി കിട്ടി കഴിഞ്ഞാൽ ഈ ബോക്സ് മാത്രമായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെ ഡിലീറ്റ് എന്നൊരു വിൻഡോ വരും. ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ലെയർ പഴയതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെയർ മാസ്കിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് വ്യത്യസ്ത രീതികൾ കൂടെ നോക്കാം. ഇതുപോലുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇറേസ് ചെയ്ത് കളയേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇറേസ് ചെയ്യുമ്പോൾ അതിൻ്റെ തോത് പലപ്പോഴും വ്യത്യസ്ത രീതിയിലായിട്ട് വരാറുണ്ട്. പല ഭാഗത്തും കൂടുതൽ ഇറേസായി പോകുന്നു, പല ഭാഗത്തും കുറഞ്ഞ അളവിൽ വരുന്നു.
എന്നുള്ളതൊക്കെ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇറേസ് ചെയ്ത് കളയുന്നതാകും കൂടുതൽ പെർഫെക്ഷൻ കിട്ടുക. അതിനായിട്ട് നമുക്കിവിടെ ലെയർ മാസ്കിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോക്സ് വന്നിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കുക. അതിനകത്ത് ശേഷം ഈ ബോക്സിനകത്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ഒരു സൈഡിൽ മാത്രമാണ് ബ്ലാക്ക് കളറുള്ളത്, ഒരു സൈഡ് എംപ്റ്റി ആണ്. ഈ ഒരു ഓപ്ഷനിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇറേസ് ആയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് വളരെ ഫിനിഷിംഗ് ആയിട്ട് ബ്ലെൻഡിങ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഈ ഇറേസിങ് നമുക്ക് ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൈറ്റ് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ബ്രഷ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഈ ഇറേസിങ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഈ ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് അവിടെ ഒഴിവാവുകയും ഇത് നമുക്ക് ഡിലീറ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് മുഴുവനായിട്ട് കളയാവുന്നതുമാണ്. ഇനി നമ്മൾ സാധാരണ പല വർക്കുകളിലും കണ്ടുവരാറുള്ള വേറൊരു രീതി കൂടെ നോക്കുകയാണ്. ഇവിടെ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലെയർ മാസ്കിംഗ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ബ്ലാക്ക് കളർ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് അത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ആ ഇമേജ് അവിടെ ഹൈഡായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് വൈറ്റ് ഭാഗം മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്രഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഇമേജ് ബ്രഷിൻ്റെ അളവനുസരിച്ചിട്ട് ആ ഇമേജ് നമുക്കിങ്ങനെ കുറച്ചായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ലെയർ മാസ്കിംഗ് നമ്മുടെ ഡിസൈനിങ് വർക്കിൽ കടന്നു വരുന്ന മറ്റൊരു സാഹചര്യം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ പുറകിലൂടെ ഈ റെഡ് ഷേപ്പ് കടന്നു വരുന്ന ഒരു രീതി ചെയ്യാനൊക്കെ ഈ ലെയർ മാസ്കിംഗ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനായിട്ട് ഈ റെഡ് ഷേപ്പ് ലെയർ മാസ്കിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ബ്രഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അത് ഇറേസ് ചെയ്യുന്നു. ഒരു സാമ്പിൾ വർക്കിംഗ് രീതിയാണ് കാണിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഇറേസ് ചെയ്ത് കളയാൻ സിമ്പിളാണ്. കാരണം ഈ റെഡ് ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ അതിർത്തികൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലെയർ മാസ്കിംഗ് ഉപയോഗിക്കാവുന്ന മറ്റൊരു സാഹചര്യം കൂടെ നോക്കാം. അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പല ഒബ്ജക്റ്റുകളും ഒരു മിറർ എഫക്റ്റിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഞാനിവിടെ ഈ ഒരു ടെക്സ്റ്റ് Ctrl J അടിച്ച് കോപ്പി ചെയ്തിട്ടുണ്ട്. Ctrl T അടിച്ചിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇനി താഴെ ഉള്ളതൊരു മിറർ എഫക്റ്റിലൊക്കെ നമ്മൾ സാധാരണ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ലെയർ മാസ്കിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ താഴ്ഭാഗം കുറച്ചിങ്ങനെ ഇറേസ് ചെയ്തൊരു എഫക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രീതിയിലൊക്കെ ഇറേസ് ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട്
ഇറേസിങ്ങിന് ഇങ്ങനെ ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരുപാട് അവസരങ്ങളിൽ ഈ ലെയർ മാസ്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഇമേജിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും വേണമെങ്കിൽ ഈ ലെയർ മാസ്കിംഗ് ഉപയോഗിക്കാം. ഇവിടെ ലെയർ മാസ്കിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പെൻ ടൂൾ ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് ഇമേജ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ആ സെലക്ഷനകത്ത് നമുക്ക് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഡിലീറ്റായി പോകുന്നു. ഡിലീറ്റായിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഭാഗം തിരിച്ചെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ലോക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്ത ഭാഗം നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്.